മേളസബരിയുടെ 5 പതിറ്റാണ്ട് പിന്നിട്ട് ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന മുണ്ടത്തിക്കോടിന്റെ പ്രിയ വാദ്യകലാകാരന ജന്മനാടിന്റെ സ്നേഹാദരം. പ്രമുഖ തിമില കലാകാരനും നഗരസഭാ കൗൺസിലറും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായ കെ ഗോപാലകൃഷ്ണൻ എന്ന കണ്ണന്റെ ഷഷ്ടിപൂർത്തി ആഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. നാട്ടുകാരും ശിഷ്യന്മാരും സഹപ്രവർത്തകരും സംയുക്തമായാണ് ആഘോഷത്തിന് നേതൃത്വം നൽകിയത്. ഗോപാലകൃഷ്ണന്റെ ശിഷ്യന്മാർ നേതൃത്വം നൽകിയ പഞ്ചവാദ്യവും അരങ്ങേറി. പ്രമുഖ മേളവാദ്യകലാകാരൻ കിഴക്കുട്ട് അനിയന്മാരാർ ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല ഹരിയുടെ അഷ്ടപതി നടന്നു. മുൻ MLA TV ചന്ദ്രമോഹൻ ഉപഹാരം സമർപ്പിച്ചു. ഗോപാലകൃഷ്ണന്റെ ശിഷ്യന്മാർ സുവർണ മുദ്രാ സമർപ്പണവും കെ അജിത് കുമാർ മംഗളപത്ര സമർപ്പണവും നടത്തി. പ്രമുഖ വ്യക്തികളും സംഘടനകളും പൊന്നാടണിയിച്ച് ആദരിച്ചു. പരക്കാട്ട് തങ്കപ്പന്മാരാർ, കേളത്ത് കുട്ടപ്പന്മാരാർ, കുനിശ്ശേരി അനിയന്മാരാർ, സുമതിക്കുട്ടി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ചെയർമാൻ EM സുബ്രഹ്മണ്യൻ, ജനറൽ കൺവീനർ M ബാബു, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഞാൻ കൂടുതലായിട്ട് പറയാനില്ല. കണ്ണൻ എന്ന വ്യക്തിത്വത്തിന് മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രവുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് എനിക്ക് രണ്ടു വാക്ക് പറയാനുള്ളത്. ഒരു 40 കൊല്ലമായിട്ട് കേരളത്തിലെ വാദ്യകലയിലെ ഒരുവിധം പേരെടുത്ത എല്ലാവരെയും ഈ കണ്ണൻ മുഖാന്തരമാണ് ഈ മുണ്ടത്തിക്കോടിനെ പരിചയപ്പെടുത്തി കൊടുത്തുള്ളത്. അതിൽ അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള കേളത്ത് കുട്ടപ്പന്മാരാർ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഗുരുനാനായിട്ടുള്ള പള്ളിപ്പാട്ട ചുമാരാർ, അത് പഴയ തലമുറ. പുതിയ തലമുറയിലെ കുട്ടപ്പന്മാരാർ, എരവത്ത് നാരായണേട്ടൻ, ഞാൻ, കുനിശ്ശേരി അനിയേട്ടൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുവിധം ആൾക്കാർ തിമലയിൽ, അതുപോലെ ഇടയ്ക്കയിൽ ഇവിടെ ഇന്നത്തെ കാരണവരായിട്ടുള്ള കാക്കിയൂർ അപ്പൂട്ടന്മാരാർ, അതിന് ചുവട്ടിലുള്ള എല്ലാ കലാകാരന്മാരെയും മദ്രത്തിലായി കടലൂർ അരീനാക്ഷൻ, വടക്കുമുറിയിലൊക്കെ കടലൂർ അരീനാക്ഷനായിരുന്ന പ്രമാണമാണ്. അങ്ങനെ തെക്കുമുറിയിലും പുതുർത്തിയായാലും ഈ 3 ദേശത്തിനു വേണ്ടി കണ്ണൻ ചെയ്തിട്ടുള്ള, കലാപരമായി ചെയ്തിട്ടുള്ള ആ സേവനത്തിന് സാഷ്ടാംഗം